ഹായ് ഓൾ, വെൽക്കം ടു നൈല asmom. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് സേമിയ പായസം അല്ലേ. എന്നാൽ അതിലേക്ക് ഇത്തിരി ക്യാരറ്റും കൂടെ ചേർത്തിട്ട് അത്ര എളുപ്പത്തിൽ തന്നെ എന്നാൽ അതിലേറെ ടേസ്റ്റി ആയിട്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാന് അടുപ്പത്ത് വെക്കാം. ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇനി 1.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുക്കായി വന്നതിന് നമുക്ക് 1/2 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി ഇത് ഈ പാലിൽ കിടന്ന് നന്നായിട്ട് കുക്കാവണം. നന്നായി കുക്കായി വരുമ്പോൾ നമുക്ക് 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നല്ലോണം മെൽറ്റായിട്ട് അതിൽ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഒരു 3/4 കപ്പ് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെക്കാം. ഓക്കെ, ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ചൂടുള്ള പാല് തിളക്കണമെന്നില്ല, നല്ല ചൂടായാൽ മതി. അത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊരു 80% കുക്കാവട്ടെ. അതിനുശേഷം നമുക്ക് പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഉപ്പും നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം സിമ്മിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതിങ്ങനെ വെക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടി പിടിക്കാണ്ട് നോക്കണം. ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് നട്ട്സും കൂടെ വറവിട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പായസമാണെങ്കിലും നമ്മളിത് ചൂടാറുന്നത് വരെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലേ അത് പാലും നമ്മളതിൽ ആഡ് ചെയ്ത സേമിയ അട എന്തായാലും അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.